വാർത്തകളിലേക്ക് വിശദമായി SSLC പരീക്ഷയിൽ റെക്കോർഡ് വിജയം 99.47% വിജയം. 1,21,318 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. പരീക്ഷ എഴുതിയവരിൽ 4,19,651 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,21,887. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,19,651. വിജയശതമാനം 99.47%. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 98.82%. അതായത് 0.65% വർധനവാണ് ഈ വർഷം ഉണ്ടായിട്ടുള്ളത്. എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1,21,318. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SS ശരൺ ചേർന്നു. ശരൺ, മഹാമാരിക്കാലത്തെ വിജയശതമാനത്തിലേക്ക് കൂടി കടക്കും SSLCയുടെ റിസൾട്ട് വരുമ്പോൾ ഏതെല്ലാം രീതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ജില്ലയടക്കം പ്രധാനപ്പെട്ട കണക്കുകൾ എങ്ങനെ? അപർണ, കോവിഡ് പ്രതിസന്ധികളെ അതിജീവിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് എടുത്ത അധ്യാപകർക്കും ഒരേപോലെ അഭിമാന നിമിഷമാണിത്. കാരണം ചരിത്രത്തിലാദ്യമായിട്ട് SSLCയുടെ വിജയശതമാനം 99% കടന്നിരിക്കുന്നു. അതായത് 99.47 വിജയശതമാനം. കഴിഞ്ഞ തവണ 98.82 ആയിരുന്നു. അതാണ് ഇത്തവണ 99.47 ഉയർന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 0.65% വർധനവാണ് വിജയശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 4,22,226 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4,19,651 പേർ ഉപരിപഠനത്തിന് അർഹത നേടിയിരിക്കുന്നു. 1,21,318 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇത് 41,906 ആയിരുന്നു. അങ്ങനെ 79,412 വിദ്യാർത്ഥികളാണ് ഈ വിഭാഗത്തിൽ ഇത്തരത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. പ്രൈവറ്റായി പരീക്ഷ എഴുതിയത് 645 വിദ്യാർത്ഥികളാണ്. അതിൽ 537 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹരായി. 83.26 പ്രൈവറ്റിലെ വിജയശതമാനം ഏറ്റവും ഉയർന്ന ജില്ല എന്ന് പറയുന്നത് റവന്യൂ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. 99.85. ഏറ്റവും കുറവ് വയനാടാണ് 99.13. വിജയശതമാനം ഏറ്റവും ഉയർന്ന ജില്ല, അതായത് വിദ്യാഭ്യാസ ജില്ല പാലയാണ്. ഏറ്റവും കുറവ് വയനാടുമാണ്. ഏറ്റവും കൂടുതൽ നേടിയ വിദ്യാർത്ഥികൾ, അതായത് മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളത് മലപ്പുറത്താണ്. 7,838 വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് നിന്ന് മാത്രം എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയിരിക്കുന്നത്. THSLCയുടെ ഫലവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് THSLCയുടെ വിജയശതമാനം എന്ന് പറയുന്നത് 99.72. HSLCയുടേത് 100%. 2,214 സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളും ഇത്തവണ വിജയിച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. അതായത് ഈ വർഷം 156 സർക്കാർ സ്കൂളുകളാണ് ഇത്തരത്തിൽ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം അതിനുള്ള അപേക്ഷകൾ ഈ മാസം 17 മുതൽ വിദ്യാർത്ഥികൾക്ക് നൽകാൻ കഴിയും. 23 വരെയാണ് അതിനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. SS ശരൺ, തിരുവനന്തപുരത്ത്. വ്യാപാരികളുമായി കോഴിക്കോട് കളക്ടറേറ്റിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടു. നാളെ മുതൽ കട തുറക്കുമെന്ന് പ്രഖ്യാപിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കട തുറക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇടത് അനുകൂല വ്യാപാരി സംഘടനയും രംഗത്തെത്തി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ച് നാളെ മുതൽ കട തുറക്കുവാനാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ തീരുമാനം. കട തുറക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതനുകൂല വ്യാപാരികളും ഇന്ന് സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു സർക്കാർ നിർദ്ദേശപ്രകാരം കോഴിക്കോട് കളക്ടറേറ്റിൽ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചത്. നാളെ മുതൽ കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന തീരുമാനത്തിൽ ഏകോപന സമിതി ഭാരവാഹികൾ ഉറച്ചുനിന്നു. അതിൽ ഇന്ന് വന്ന തീരുമാനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് 14 ജില്ലകളിലും നാളെ കട തുറന്നുകൊണ്ട് ഞങ്ങളൊരു അതിഹാസമായ സമരത്തിലേക്ക് നാളെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും തയ്യാറായിക്കൊണ്ടാണ്. കാരണം ജീവിക്കാനുള്ള മാർഗങ്ങളല്ലോ. അപ്പോൾ ഏത് രീതിയിലായാലും ഞങ്ങൾ പോകുന്നുള്ളത് ഉറപ്പാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് കളക്ടർ വ്യക്തമാക്കി. ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ റെസ്ട്രിക്ഷൻസ് നടപ്പിലാക്കാൻ പോകുന്നത്. അത് കർശനമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് തുടരാൻ പോകുന്നത്. അത് നിയമപരമായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതാണ് പോലീസിൻ്റെ സഹായത്തോടെ.
ഇടതനുകൂല സംഘടനയും കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന് യോഗത്തിൽ അറിയിച്ചു. ഞങ്ങൾ പറഞ്ഞത് എല്ലാ ദിവസവും തുറക്കണം, അത് സമയം കുറച്ചിട്ട് എല്ലാ ദിവസവും തുറക്കണം എന്നുള്ള ഞങ്ങളുടെ നിർദ്ദേശമാണ് ഞങ്ങൾ വെച്ചത്. കളക്ടറിന് പുറമെ സിറ്റി പോലീസ് കമ്മീഷണറും യോഗത്തിൽ സന്നിഹിതനായിരുന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കോഴിക്കോട്. വ്യാപാരികൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വ്യാപക പ്രതിഷേധം. വ്യാപാരികൾക്ക് UDF-ഉം BJP-യും പിന്തുണ പ്രഖ്യാപിച്ചു. വിരട്ടി ഭരിക്കാൻ നോക്കേണ്ടത് VD സതീശനും മുഖ്യമന്ത്രിക്ക് ചേർന്ന ഭാഷയല്ലെന്ന് K സുധാകരനും പ്രതികരിച്ചു. വ്യാപാരികളെ ദ്രോഹിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിമർശിച്ചു. അപ്പോൾ കടക്കണിയിൽപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ അവർ സമരം ചെയ്യാനല്ലാതെ എന്താ ചെയ്യുക? അവരത് പറഞ്ഞപ്പോൾ അവരോട് മുഖ്യമന്ത്രി ഒരു വിരട്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞത് ശരിയായില്ല. ഇത് കേരളമാണ്, അങ്ങനെ ആരെയും വരുത്താൻ നോക്കണ്ട. അങ്ങനെ പേടിപ്പിച്ചിട്ട് ഇവിടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കാൻ വേണ്ട. ആ രീതി മുഖ്യമന്ത്രി കൈവഴിയാണ്. അത് മുഖ്യമന്ത്രിയുടെ ഒരു പഴയ സ്റ്റൈൽ, ആ സ്റ്റൈൽ ഇവിടെ എടുക്കണ്ട. അത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എടുക്കേണ്ട സ്റ്റൈലാണ്. മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് നാട്ടിലെ സമരം ചെയ്യുന്ന ആളുകളെ വിരട്ടി അത് ചെയ്തുകളെ ഇത് ചെയ്തുകളെന്നും പേടിപ്പിക്കണ്ട. ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കും. നീതി ആഗ്രഹിക്കുന്ന, നീതി ലഭിക്കുന്ന, നീതി അർഹിക്കുന്ന കച്ചവട സമൂഹത്തോടൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം. കടയടപ്പിക്കാനുള്ള നടപടികളുമായി പോലീസുകാരും മറ്റാളുകളും ഇറങ്ങിയാൽ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ കേരളത്തിലെ കച്ചവടക്കാരോടൊപ്പം കേരളത്തിലെ കോൺഗ്രസുകാരുണ്ടാകും. അങ്ങേറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള നടപടിയാണിത്. ജീവിക്കാൻ മറ്റൊരു വഴിയുമില്ലാത്ത വ്യാപാരികളാണ് കട തുറക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അതിനവരെ സഹായിക്കുന്നതിന് പകരം അവരെ ദ്രോഹിക്കുകയാണ്. നമ്മുടെ കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമാണെന്ന് IMA അടക്കം എല്ലാ വിദഗ്ധന്മാരും പറഞ്ഞിട്ടുള്ളതാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾക്കെതിരെ സിനിമാ സംഘടനകളും രംഗത്ത്. സംസ്ഥാനത്ത് സിനിമാ ചിത്രീകരണത്തിന് അനുമതി തേടി ഫെഫ്ക മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇവിടെ നിയന്ത്രണമുള്ളതിനാൽ മിക്ക സിനിമകളുടെയും ചിത്രീകരണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന സാഹചര്യമാണുള്ളതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടും. ഇതര സംസ്ഥാനങ്ങളിൽ സിനിമാ മേഖല സജീവമാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡി ഉൾപ്പെടെ 10 സിനിമകൾ തെലങ്കാനയിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ചിത്രീകരണം മാറ്റി. ഇതോടെ ചലച്ചിത്ര മേഖലയിലെ അടിസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യമാണ്. മലയാള സിനിമ തൊഴിൽ മേഖലയെന്ന നിലയിലും വ്യവസായമെന്ന നിലയിലും അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ് ഷൂട്ടിംഗ് തുടങ്ങാനുള്ള അനുമതി തേടി ഫെഫ്ക മുഖ്യമന്ത്രിക്ക് കത്തയച്ചത്. കേരളത്തിൽ TV സീരിയലുകളുടെ ചിത്രീകരണം തുടങ്ങിയിട്ടും സിനിമയ്ക്ക് അനുമതിയില്ല. സീരിയൽ മേഖലയോടുള്ള അനുകൂല സമീപനം സിനിമാ മേഖലയ്ക്ക് നിഷേധിക്കുന്നതിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ലെന്നും ഫെഫ്ക പറയുന്നു. നമുക്കറിയാം എത്രയോ പാടുപെട്ടിട്ടാണ് നമ്മൾ ഈ വെളിയിലുള്ള സിനിമയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേരളത്തിലെ. ഇനി സിനിമ തിരിച്ചങ്ങോട്ട് പോകുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ്. സിനിമയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഒരു ഡോസ് വാക്സിനെങ്കിലും സ്വീകരിച്ചവരാണെന്നും ഫെഫ്ക ചൂണ്ടിക്കാട്ടി. പ്രശ്നത്തിൽ സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ സിനിമാ വ്യവസായം തകരുമെന്ന മുന്നറിയിപ്പുമായി ഫിലിം ചേംബറും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൊടകര കുഴൽപ്പണക്കേസിൽ പോലീസിന്റെ കണ്ടെത്തലുകൾ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. പണവുമായി BJPക്ക് ബന്ധമില്ല. ചോദ്യം ചെയ്യൽ രാഷ്ട്രീയ നാടകമാണെന്നും BJPയെ അപമാനിക്കാനാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര കുഴൽപ്പണക്കേസിലെ പോലീസ് കണ്ടെത്തലുകളെല്ലാം K സുരേന്ദ്രൻ ചോദ്യം ചെയ്യലിൽ നിഷേധിച്ചു. പണവുമായി BJPക്ക് ബന്ധമില്ല. BJPക്ക് വേണ്ടി പണം എത്തിക്കാൻ ധർമ്മരാജനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേന്ദ്രൻ മൊഴി നൽകി. പ്രത്യേകം ചോദ്യാവലി തയ്യാറാക്കിയുള്ള ചോദ്യം ചെയ്യൽ 1.5 മണിക്കൂർ നീണ്ടു. തെളിവുകളും സാക്ഷിമൊഴികളും അടിസ്ഥാനമാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. K സുരേന്ദ്രന്റെ മൊഴി അന്വേഷണ സംഘം പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. പോലീസിന് വ്യക്തമായ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. വിചിത്രമായ ചോദ്യം ചെയ്യലാണ് നടക്കുന്നതെന്നും ഇത് രാഷ്ട്രീയ നാടകമാണെന്നും K സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതല്ല, ഇത് രാഷ്ട്രീയ യജമാനന്മാർ ചെയ്യിക്കുന്നതാണ്. BJP അപമാനിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചോദ്യം ചെയ്യൽ നാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചത് അവർക്കും തന്നെ ഓർമ്മയില്ല. എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കൊടകരയിൽ നഷ്ടപ്പെട്ട പണം BJPയുടേതാണ് എന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് അന്വേഷണ സംഘം സുരേന്ദ്രനെ വിളിച്ചു വരുത്തിയത്. പണത്തിന്റെ ഉറവിടം, ഏതൊക്കെ മണ്ഡലങ്ങളിലേക്കാണ് പണം കൊണ്ടുവന്നത്, തെരഞ്ഞെടുപ്പിന് വേറെ പണം എത്തിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിഞ്ഞു. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് തൃശൂർ പോലീസ് ക്ലബിന് പുറത്ത് ഒരുക്കിയിരുന്നത്. ബാരിക്കേഡുകൾ വെച്ച് പോലീസ് ക്ലബിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. K സുരേന്ദ്രന് അഭിവാദ്യം അർപ്പിക്കാൻ പ്രവർത്തകരും എത്തിയിരുന്നു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കൊടകര കുഴൽപ്പണക്കേസിൽ K സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് നാടകത്തിന്റെ ഭാഗമാണെന്ന് MT രമേശ്. BJPയെ തകർക്കാൻ CPM നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണത്. പണം BJPയുടേതല്ലെന്നും MT രമേശ് പറഞ്ഞു. BJPയെ രാഷ്ട്രീയമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള CPMന്റെ ഒരു ഗൂഢാലോചനയാണ്. CPM പല ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് നേരത്തെ.
അതിൽ ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയാണ്, ഒരു വിഷയമാണ് അവർ ഉപയോഗിക്കുന്നു. അതിനങ്ങനെ ഞങ്ങൾ കാണുന്നുള്ളൂ. CPM പല വഴികൾ തേടുകയാണ്. ഇപ്പൊ അവർക്കൊരു വഴി കിട്ടിയത്, ഇപ്പോ ഒരു കവർച്ച കേസ് നടന്നു. ആ കവർച്ച ചെയ്യപ്പെട്ട പണം BJPയുടേതാണോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ പണം നിങ്ങളുടേതാണോ? ഞങ്ങളുടേതല്ല എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സർക്കാർ വിശ്വസിക്കണ്ട. കുഴൽപ്പണക്കേസിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനെ ചോദ്യം ചെയ്തതോടെ BJP കൂടുതൽ പ്രതിരോധത്തിൽ. കേസ് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. അതേസമയം വിഷയം വി മുരളീധര പക്ഷത്തിനെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് എതിർവിഭാഗം. കള്ളപ്പണം തടയാൻ നോട്ട് നിരോധനം നടപ്പാക്കിയ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയാണ് കുഴൽപ്പണക്കേസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമപരമായി നേരിടുമെന്ന് പറയുമ്പോഴും പ്രതിസന്ധി നിസ്സാരമല്ലെന്ന് നേതാക്കൾക്കറിയാം. ആദ്യഘട്ടത്തിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത BJP പിന്നീട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്വേഷണത്തോട് സഹകരിച്ചില്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരായ സമരത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്ന വിലയിരുത്തലുമുണ്ടായി. പാർട്ടിക്കുള്ളിൽ തന്നെ ഈ അഭിപ്രായം ശക്തമായതോടെയാണ് സുരേന്ദ്രൻ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. അതേസമയം വിഷയത്തെ വി മുരളീധരൻ വിഭാഗത്തിനെതിരായ രാഷ്ട്രീയ ആയുധമാക്കാനാണ് എതിർവിഭാഗത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ നേതൃത്വം വിവേചനം കാണിച്ചെന്നും നേതാക്കൾ ആരോപിക്കുന്നു. നേതൃമാറ്റമെന്ന ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യത്തിന് ശക്തി പകരുന്നതാണ് സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.ന്യൂസ്. സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് മഠത്തിൽ തുടരാനാവില്ലെന്ന് ഹൈക്കോടതി. മഠത്തിന് പുറത്ത് താമസിച്ചാൽ പോലീസ് സംരക്ഷണം ഉറപ്പാക്കാനാകുമെന്നും കോടതി നിരീക്ഷിച്ചു. തെരുവിലേക്ക് വലിച്ചെറിയരുതെന്ന് നിറമിഴികളോടെ സിസ്റ്റർ ലൂസി കോടതിയിൽ വാദിച്ചു. ലൂസി കളപ്പുരയുടെ സ്വന്തം വാദം നീതിന്യായ ചരിത്രത്തിന്റെയും ഭാഗമായി. മഠത്തിൽ നിന്ന് ഒഴിപ്പിക്കരുതെന്ന് കണ്ണീരോടെ വാദിച്ചെങ്കിലും വത്തിക്കാനിൽ നിന്നുള്ള പ്രതികൂല ഉത്തരവുള്ളതിനാൽ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്ക് മഠത്തിൽ തുടരാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. മഠത്തിൽ തുടരുകയാണെങ്കിൽ പോലീസ് സംരക്ഷണം നൽകാനാവില്ല. മഠത്തിന് പുറത്ത് എവിടെ താമസിച്ചാലും പോലീസ് സുരക്ഷ അനുവദിക്കാൻ കോടതി തയ്യാറാണ്. തന്നെ തെരുവിലേക്ക് വലിച്ചെറിയരുതെന്ന് ലൂസി കളപ്പുര കോടതിയോട് അഭ്യർത്ഥിച്ചു. പ്രതികൂല വിധിയുണ്ടായാൽ സഭയ്ക്കുള്ളിൽ പോരാട്ടം നടത്തുന്ന ഒരുപാട് കന്യാസ്ത്രീകൾക്ക് അത് തിരിച്ചടിയാകുമെന്നും അവർ പറഞ്ഞു. കേസ് വിധി പറയാൻ മാറ്റി. ഒരു സാഹചര്യത്തിലും മഠത്തിൽ നിന്നൊഴിയില്ലെന്ന് ലൂസി കളപ്പുര പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ബിഷപ്പ് ഫ്രാങ്കോ അദ്ദേഹത്തിന് ഇരയാക്കപ്പെട്ട ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട ആ സിസ്റ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ ആരും നിൽക്കാത്തതുകൊണ്ട് ശബ്ദിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അതിന്റെ പേരിലാണ് ഇപ്പൊ എന്നെ പുറത്താക്കപ്പെടുന്നത്. ഞാൻ ഒരു കാരണവശാലും മഠത്തിൽ നിന്ന് ഇറങ്ങുകയില്ല. കോൺവെന്റിൽ തുടരുന്നതിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് സിസ്റ്റർ ലൂസി കളപ്പുര കോടതിയെ സമീപിച്ചത്. സീനിയർ അഭിഭാഷകൻ വക്കാലത്തൊഴിഞ്ഞതോടെ സ്വയം വാദിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. ചെയ്തുകൊണ്ടിരുന്ന വക്കീലന്മാരെ റിലിംക്വിഷ് ചെയ്തതുകൊണ്ടും ആണ് എനിക്ക് സ്വയം തന്നെ ചെയ്യേണ്ടി വന്നത്. അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്യുന്ന കന്യാസ്ത്രീകളുണ്ടെങ്കിലും ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രമണിഞ്ഞ് സ്വന്തം കേസ് വാദിച്ചത്. ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ഡൽഹിയിൽ ഗഡ്കരിയുടെ വസതിയിലായിരുന്നു ചർച്ച. കേരളത്തിലെ ദേശീയപാത വികസനം സംബന്ധിച്ചായിരുന്നു ചർച്ച. 12,000 കോടിയുടെ പദ്ധതികൾ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തിരുന്നു. ഈ പദ്ധതികളുടെ പുരോഗതി ചർച്ചയ്ക്ക് വന്നു. ചീഫ് സെക്രട്ടറി VP ജോയും ചർച്ചയിൽ പങ്കെടുത്തു. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി എന്നിവരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു. മന്ത്രി K രാധാകൃഷ്ണനെ ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. തിരുവനന്തപുരം കാച്ചാണി സ്വദേശി അജിത്തിനെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മന്ത്രിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഹർജി. കേസിലെ ഒന്നാം പ്രതി S വിജയനാണ് ഹർജി നൽകിയത്. നമ്പിനാരായണന്റെ ഭൂമി ഇടപാട് സംബന്ധിച്ച് അന്വേഷണം വേണമെന്നാണ് പ്രധാന ആവശ്യം. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് S വിജയൻ ഹർജി സമർപ്പിച്ചത്. FIRലെ അന്വേഷണത്തിന് പുറമെ നമ്പിനാരായണന്റെ ഭൂമി ഇടപാട്, ഫോൺ രേഖ, സ്വയം വിരമിക്കൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പവർ ഓഫ് അറ്റോർണി മുഖേന കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ചില ഉന്നതർക്ക് നൽകിയതിന്റെ രേഖകളും ഹർജിക്കൊപ്പം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമി വിറ്റതിന്റെ ബാധ്യതാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കിയിട്ടുണ്ട്. പോലീസ് CBI തലപ്പത്തെ ഉന്നതർക്ക് ഇടപാടിൽ പങ്കുള്ളതായി ഹർജിയിൽ ആരോപിക്കുന്നതായാണ് സൂചന. കൂടാതെ 1994 നവംബറിൽ സ്വയം വിരമിക്കാനായി നമ്പിനാരായണൻ നൽകിയ ലെറ്ററും അനുബന്ധ രേഖകളും പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ISRO ചാരക്കേസിൽ മറിയം റഷീദയുടെയും ഫൗസിയ ഹസന്റെയും ഹർജി ഹൈക്കോടതി പരിഗണിച്ചില്ല. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർക്കണമെന്നായിരുന്നു ആവശ്യം. സാങ്കേതിക കാരണങ്ങളാലാണ് ഹർജി പരിഗണിക്കാതിരുന്നത്. തിങ്കളാഴ്ചക്കകം പിഴവുകൾ പരിഹരിച്ച് സമർപ്പിക്കാമെന്ന് കോടതി പറഞ്ഞു.
മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്മാരകം പണിയുന്നതിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ. ഇത് സംബന്ധിച്ച പരാതികൾ കേൾക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. 15 ദിവസത്തിനകം പരാതികൾ കേട്ട് തീർപ്പാക്കണമെന്നാണ് നിർദ്ദേശം. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടയാൾക്ക് സ്മാരകം പണിയുന്നതിലൂടെ സർക്കാർ തെറ്റായ സന്ദേശം നൽകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കോട്ടയം സ്വദേശികളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണ് സ്മാരകം നിർമ്മിക്കുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ സുതാര്യത ആവശ്യമുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. സ്മാരക നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമാണെന്നും ഹർജിയിൽ ആക്ഷേപമുണ്ട്. ബാലകൃഷ്ണപിള്ളയ്ക്ക് സ്മാരകം നിർമ്മിക്കാനായി ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സർക്കാർ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. തോക്ക് ചൂണ്ടി അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ പ്രവാസി കൊയിലാണ്ടി മീത്തൽ അഷ്റഫിന് ക്രൂരമർദ്ദനം. മാവൂർ തടിമലിന് സമീപം അവശനിലയിലാണ് അഷ്റഫിനെ കണ്ടെത്തിയത്. അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് സംഘമാണെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വർണ്ണക്കടത്തിനായി താൻ കാരിയറായി പ്രവർത്തിച്ചതായി അഷ്റഫ് പോലീസിന് മൊഴി നൽകി. ഇന്നലെ രാവിലെ കൊയിലാണ്ടി മീത്തൽ വീട്ടിൽ നിന്ന് ഒരു സംഘം തോക്ക് ചൂണ്ടിയാണ് പ്രവാസിയായ അഷ്റഫിനെ തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ഇന്ന് പുലർച്ചെ അഷ്റഫിനെ മാവൂരുള്ള തടിമില്ലിന് സമീപം കണ്ടെത്തുകയായിരുന്നു. ഇടതുകാൽ ഒടിഞ്ഞ നിലയിലായിരുന്നു. ദേഹമാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ മുറിവുകളും ഉണ്ടായിരുന്നു. നാട്ടുകാരാണ് അഷ്റഫിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്നാൽ ഇതു സംബന്ധിച്ച് പ്രതികരിക്കാൻ അഷ്റഫ് തയ്യാറായില്ല. സ്വർണ്ണക്കടത്തിന്റെ കാരിയറായിരുന്നു താനെന്ന് അഷ്റഫ് പോലീസിന് മൊഴി നൽകി. 2 മാസം മുമ്പ് റിയാദിൽ നിന്നെത്തിയ അഷ്റഫിന്റെ കയ്യിൽ കൊടുവള്ളിക്കാരുടെ 1 കോടി രൂപയുടെ സ്വർണമുണ്ടായിരുന്നു. ഇത് തിരിച്ചു നൽകാൻ തയ്യാറാവാതെ വന്നപ്പോഴാണ് അഷ്റഫിനെ കൊടുവള്ളി സംഘം തട്ടിക്കൊണ്ടുപോയതെന്നാണ് പോലീസ് നിഗമനം. ന്യൂസ് 18 കോഴിക്കോട്. കരിപ്പൂർ സ്വർണ്ണ കവർച്ചാ കേസിൽ അർജുൻ ആയങ്കിയുടെ സുഹൃത്ത് ആകാശ് തില്ലങ്കേരിയുടെ കണ്ണൂരിലെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി. ആകാശ് തില്ലങ്കേരിയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകി. ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് തില്ലങ്കേരി. കേസിൽ അറസ്റ്റിലായ അർജുൻ ആയങ്കിയുടെ ഭാര്യയ്ക്ക് വീണ്ടും കസ്റ്റംസ് നോട്ടീസ് നൽകി. നാളെ കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. സ്വർണ്ണ കവർച്ചാ കേസിലെ 3ാം പ്രതി അജ്മലിനെ ഈ മാസം 27 വരെ കോടതി റിമാൻഡ് ചെയ്തു. അജ്മലിന് സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ അറിയാമായിരുന്നുവെന്ന് കസ്റ്റംസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മുഹമ്മദ് എന്ന പേരിൽ 1ാം പ്രതി ഷഫീഖുമായി ബന്ധപ്പെട്ടിരുന്നത് അജ്മലാണ്. പാലക്കാട് ധോണിയിൽ ഭാര്യയെയും കുഞ്ഞിനെയും വീട്ടിൽ കയറ്റാതെ വീട് പൂട്ടിയിട്ട സംഭവത്തിൽ ഭർത്താവിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. വനിതാ സംരക്ഷണ ഓഫീസറുടെ ഉത്തരവ് ലംഘിച്ചതിനാണ് നടപടി. സംഭവത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തു. പ്രശ്നത്തിൽ കർശന നടപടിയെടുക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് മന്ത്രിയുടെ ഇടപെടൽ. പ്രസവശേഷം കൈക്കുഞ്ഞുമായി പാലക്കാട് ധോണിയിലെ ഭർത്താവിന്റെ വീട്ടിലെത്തിയ പത്തനംതിട്ട സ്വദേശി ശ്രുതിയെയും കുഞ്ഞിനെയും വീട്ടിൽ കയറ്റാതെ വീട് പൂട്ടിയിട്ട സംഭവത്തിലാണ് ഭർത്താവ് മനുകൃഷ്ണനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തത്. ഭാര്യയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകണമെന്ന ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസറുടെ ഉത്തരവ് ലംഘിച്ചതിനാണ് നടപടി. മനുകൃഷ്ണൻ വീട് പൂട്ടി മുങ്ങിയിരിക്കുകയാണ്. ജൂലൈ 1-നാണ് ശ്രുതിയും കുഞ്ഞും മാതാപിതാക്കളോടൊപ്പം ഭർത്താവിന്റെ പാലക്കാട് ധോണിയിലെ വീട്ടിലെത്തിയത്. എന്നാൽ ഈ സമയം വീട് പൂട്ടി മനുകൃഷ്ണൻ സ്ഥലം വിട്ടു. ശ്രുതി പോലീസിൽ പരാതിപ്പെട്ടിട്ടും ഗാർഹിക പീഡന നിയമപ്രകാരം കേസെടുത്തതല്ലാതെ മറ്റു നടപടിയുണ്ടായില്ല. സംഭവം ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്നതോടെ സർക്കാർ ഇടപെട്ടു. പെൺകുട്ടിക്കും കുഞ്ഞിനും ആവശ്യമായ സംരക്ഷണം നൽകാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് പറഞ്ഞു. പോലീസുമായി സംസാരിച്ചു. അപ്പം ഭർത്താവിനെതിരെ പോലീസ് ക്രിമിനൽ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അമ്മയെയും കുഞ്ഞിനെയും നമുക്ക് താൽക്കാലികമായി ഷെൽട്ടർ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവരതിന് തയ്യാറല്ല. പിന്നെ നമുക്ക് കൊടുക്കാവുന്നത് അവർക്ക് ലീഗലായിട്ടുള്ള ഒരു സപ്പോർട്ടും പിന്നെ അവർക്കൊരു റെസിഡന്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. അതവർക്കില്ല. അപ്പൊ അത് ഇന്ന് കൊണ്ട് അത് കിട്ടുമെന്ന് തോന്നുന്നു. അപ്പൊ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റും. സംഭവത്തിൽ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം ഭർത്താവ് മനുകൃഷ്ണന്റെ വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കാനാണ് ശ്രുതിയുടെ തീരുമാനം. പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. സ്ത്രീധനത്തിനെതിരെയും സ്ത്രീ സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയും ഉപവാസമനുഷ്ഠിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം ഗാന്ധിഭവനിൽ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാൻ ഉടനെത്തും. ഇന്ന് രാവിലെ മുതൽ ഗവർണർ രാജ്ഭവനിൽ ഉപവാസമനുഷ്ഠിക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഗവർണറുടെ ഉപവാസ സമരം. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, എപ്പോഴാണ് ഗവർണർ എത്തുക? സത്യഗ്രഹത്തിന് പുറമെ അദ്ദേഹം ഉപവാസ സമരവും അനുഷ്ഠിക്കുന്നു. രാഷ്ട്രീയ കേരള ചരിത്രത്തിൽ നിന്ന് ആദ്യമായി ഒരു ഗവർണർ അങ്ങനെ ഒരു ഉപവാസ സമരത്തിലേക്ക് കൂടി കടക്കുമ്പോൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമരമായി മാറുന്നു വിവരം?
അപർണ, സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കാണ്, ഒരു അപബോധ പരിപാടി കൂടി പറയേണ്ടി വരും. കാരണം സ്ത്രീധനം കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ ഗവർണർ തന്നെ നേരിട്ട് ഇത്തരമൊരു ഉപവാസ സമരത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് രാജ്ഭവനിൽ ഉപവാസ സമരം ആരംഭിച്ചു. ഗവർണർ അവിടെ 8 മണി മുതൽ ഉപവാസം ഇരിക്കുകയായിരുന്നു. അല്പസമയത്തിനകം അദ്ദേഹം തൈക്കാട് ഗാന്ധി ഭവനിൽ ഗവർണറുടെ ഉപവാസത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഗാന്ധി സ്മാരകതി അടക്കമുള്ള വിവിധ ഗാന്ധി സംഘടനകൾ വിവിധ സ്ഥലങ്ങളിലായി ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ പ്രധാന വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഗാന്ധി സ്മാരക നിധിയിലാണ്. അവിടെയാണ് ഈ ഉപവാസ സമരത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഗവർണർ പങ്കെടുക്കുക. അതിന് അദ്ദേഹം രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം അദ്ദേഹം ഗാന്ധി ഭവനിലേക്ക് എത്തും. ഇവിടെ അദ്ദേഹം പ്രാർത്ഥനാ ചടങ്ങുകളിലും പ്രാർത്ഥനാ യജ്ഞത്തിലും പങ്കെടുക്കും. 6 മണിവരെയാണ് നിലവിൽ ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. 6 മണിവരെ ഗവർണർ ഇവിടെ തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഉപവാസം അവസാനിപ്പിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരേ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ തന്നെ ഒരു ഉപവാസ സമരത്തിന് ആഹ്വാനം നൽകുന്നതും അതിൽ പങ്കെടുക്കുന്നതും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഗവർണർ പറഞ്ഞതുപോലെ സംസ്ഥാനം മറ്റു പല സാമൂഹിക സൂചികകളിലും വളരെ മുൻപന്തിയിലാണ്. കേരളം രാജ്യത്തിന് തന്നെ ഒരുപക്ഷെ ലോകത്ത് തന്നെ മാതൃകയുമാണ്. പക്ഷേ ഇത്തരം സ്ത്രീധനം പോലുള്ളൊരു വിപത്തിൽ കേരളം തുടർച്ചയായി അത്തരം വിഷയങ്ങളിൽ പെടുന്നത് വലിയ ദുഃഖത്തോടെയും ആണ് ഗവർണർ കണ്ടത്. വിസ്മയ കൊല്ലപ്പെട്ട സ്ത്രീധന പീഡനത്തിൽ നിന്ന് കൊല്ലപ്പെട്ട വിസ്മയുടെ വീണ്ടെത്തുമ്പോഴും അദ്ദേഹം അക്കാര്യം പറഞ്ഞിരുന്നു. തനിക്ക് മകളെപ്പോലെയാണ് വിസ്മയ, ഓരോ പെൺകുട്ടിയും തൻ്റെ മകളാണ്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടേക്ക് ഈ ഗാന്ധി ഭവനിലേക്ക് എത്തുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. രാവിലെ 8 മണി മുതൽ അദ്ദേഹം ഉപവാസ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇതിൻ്റെ അവസാന മണിക്കൂറുകൾ ഉപവാസത്തിൽ പങ്കെടുക്കാനും പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാനുമായാണ് ഗാന്ധി ഭവനിൽ എത്തിച്ചേർന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 1.5 മണിക്കൂറോളം അദ്ദേഹം ഇവിടെ തുടരുമെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഗാന്ധിയൻ ഗോപിനാഥൻ നായർ അടക്കമുള്ള പ്രമുഖർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ CPIയുടെ കൺട്രോൾ കമ്മീഷൻ അംഗം പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ എത്തി ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചിരുന്നു. കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കൾ, മറ്റു സാമൂഹിക സാംസ്കാരിക പ്രമുഖരൊക്കെ ഈ പ്രാർത്ഥനാ യജ്ഞത്തിലും ഇനിയുള്ള ഉപവാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും പങ്കെടുക്കും. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുത്തെ പ്രധാന വേദിയിലേക്ക് കടന്നു വരികയാണ്. ഗാന്ധിയൻ ഗോപിനാഥൻ നായർ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തെ വരവേൽക്കാൻ ഈ പ്രാർത്ഥനാ യജ്ഞത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ വി അരുൺ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെ ഗവർണറുടെ ഉപവാസ സമരത്തെ ശ്ലാഘിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരുന്നു. ഇങ്ങനൊരു വിഷയത്തിലേക്ക് ആദ്യമായി ഒരു സംസ്ഥാനത്തെ ഭരണത്തലവൻ കടക്കേണ്ടി വരുന്നത് സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് രാഷ്ട്രീയപരമായി കൂടി ഏത് രീതിയിലുള്ള കോൺസിക്വൻസുകൾ കൂടിയാണ് ഉണ്ടാക്കുന്നത് ഗവർണറുടെ ഉപവാസ? സ്വാഭാവികമായും സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ തന്നെ ഇത്തരമൊരു പ്രതിഷേധ പരിപാടിക്ക് ഇതൊരു അവബോധം സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ട പരിപാടിയാണെങ്കിൽ പോലും അതിന് രാഷ്ട്രീയമായ ആരോപണങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിലയിരുത്തലുകളുമുണ്ട്. ഏറ്റവും പ്രധാനം ഗവർണറുടെ രാഷ്ട്രീയമാണ്. അദ്ദേഹം BJPയുടെ നോമിനിയായി ഗവർണർ പദവിയിലേക്ക് എത്തിയ ആളാണ്. മറ്റ് പല വിഷയങ്ങളിലും കേന്ദ്ര സർക്കാരിൻ്റെ വിഷയങ്ങൾ വരുമ്പോൾ ഗവർണറുടെ നിലപാടുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാന സർക്കാരിനെ ചോദ്യം ചെയ്യാൻ, സംസ്ഥാന സർക്കാർ നിലപാടുകൾക്കെതിരെ പരസ്യമായ രംഗത്ത് വരാൻ പോലും തയ്യാറായ ഗവർണർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തരം ഒരു സമരം നടത്തുമ്പോൾ സ്ത്രീധനത്തിനെന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാന നില കൂടി തകർന്നു എന്ന ആരോപണമാണ് ഗാന്ധിയൻ സംഘടനകൾ സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ചത്. അതുകൊണ്ട് ഗവർണർ അതിൽ രാഷ്ട്രീയം കടത്തുന്നു എന്ന ആരോപണം ശക്തമായി ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ ഗവർണർ സർക്കാരുമായി ഒരു നേരിട്ടൊരു ഏറ്റുമുട്ടലിന് പോകാനോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാനല്ല തയ്യാറായത്. ഇന്നലെ വൈകിട്ട് രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് സംസ്ഥാനത്തെ സ്പർശിച്ചു വരുന്ന സ്ത്രീധനവുമായി ബന്ധപ്പെട്ട വിപത്തിനെതിരെയാണ് ഇത്തരമൊരു സമരം എന്നുള്ളത്. സംസ്ഥാന സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയ സാധ്യത കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. നമ്മുടെ ഇന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന അന്തരീക്ഷം തകർന്നു. അതിൽ നിവൃത്തികെട്ടുകൊണ്ടാണ് ഗവർണർ ഒരു സമരത്തിന് സംസ്ഥാനത്തിലെ ഭരണത്തലവൻ തന്നെ നേതൃത്വം നൽകുന്ന അത്യപൂർവമായ സാഹചര്യം ഉണ്ടായതെന്ന് വി മുരളീധരൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരൻ അദ്ദേഹത്തിൻ്റെ സമരത്തെ സ്വാഗതം ചെയ്തില്ല. സമര രീതിയോട് അദ്ദേഹം യോജിച്ചില്ല. പകരം പറഞ്ഞത് പക്ഷേ ഗവർണർക്ക് മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ പലതവണ പറഞ്ഞു മടുത്ത ശേഷമാണ് ഗവർണർ ഇത്തരമൊരു സമര പരിപാടിയിലേക്ക് പോകുന്നത്. അത് സംസ്ഥാനത്തിൻ്റെ അവസ്ഥ അത്രത്തോളം മോശമെന്ന് സൂചിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസും അതിൻ്റെ രാഷ്ട്രീയം കണ്ടെത്തി പറയുന്നു. അതാണ് ഉപവാസ സമരത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. CPM ആകട്ടെ
മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇതുവരെയും വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നേതൃത്വത്തിൽ ഇവിടെ ഉപവാസ സമരം ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം പങ്കെടുക്കുന്നു. പ്രാർത്ഥനാ യജ്ഞവും സമാന്തരമായി നടക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. സ്ത്രീ സുരക്ഷയ്ക്കായി ഗവർണറുടെ ഉപവാസം രാജ്ഭവനിൽ. ഇതിന്റെ വിശദാംശങ്ങളിലേക്കും തത്സമയ സംപ്രേഷണത്തിലേക്കും വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം ഗാന്ധി ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കുകയാണ്. സ്ത്രീധനത്തിനെതിരെയും സ്ത്രീ സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിയും അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതിനൊപ്പമുള്ള സത്യാഗ്രഹ സമരം കൂടിയാണ്. ഗാന്ധി ഭവനിലെ പ്രാർത്ഥനായോഗത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കേരള ഗാന്ധി സ്മാരക നിധിയുടെ സെക്രട്ടറി ഡോക്ടർ ഗോപാലകൃഷ്ണൻ നായർ, എല്ലാവർക്കും നമസ്കാരം. We are here at the conclusion function of a rare, unique venture which began at 8 o'clock this morning, and it is my honor and privilege to welcome the distinguished guests and all those who are the part of this noble venture, which would, I feel, bring about a sea change in the socio-cultural field of our state. And I consider it a great honor
to welcome His Excellency, the Honorable Governor of Kerala, for having envisioned and introduced such a venture. I welcome you, sir, to this august function. And this function is an outcome of the discussion between the Honorable Governor of Kerala and Kerala Gandhi Smarak Institute. And it is the first part of this venture which would continue till a substantial change is brought about in this field. And I welcome all distinguished guests on the stage and off the stage. And I welcome the media persons, I welcome the artists, I welcome all those who are here to make this function, make this novel venture a great success. Thank you. അനുഗ്രഹ രഹസ്യം റവറൻഡ് ഫാദർ യൂജിൻ പെരേര. നമസ്കാരം. The media section has many questions to be put to His Excellency. You are free. ആദരണീയനായ ഗവർണർ അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിപ്പോൾ അന്വേഷണത്തിലേക്ക് വരും. ഇപ്പോൾ ചോദ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ച അജണ്ട അനുസരിച്ച് പരിപാടികൾ രാജ്ഭവനിലെ ഉപവാസത്തിനു ശേഷം ഗവർണർ തിരുവനന്തപുരം ഗാന്ധി ഭവനിൽ പങ്കെടുക്കുകയാണ്. പ്രാർത്ഥനാ യോഗത്തിൽ നേരത്തെ തന്നെ സ്ത്രീധനത്തിനെതിരെ സ്ത്രീ സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ഗവർണർ ഉപവാസം അനുഷ്ഠാനം തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാജ്ഭവനിൽ ഉപവാസത്തിനു ശേഷമാണ് അദ്ദേഹം ഗാന്ധി ഭവനിലെ ഉപവാസ സമരത്തിലും പങ്കെടുക്കുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും BJPയും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് വ്യക്തമായി ഗവർണർ സ്വീകരിക്കുന്നത് എന്നുകൂടി ഉള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളെല്ലാം ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ CPM നേതാക്കളുടെ ഭാഗത്തുനിന്നോ പ്രസ്താവനകൾ ഉണ്ടായിട്ടില്ല വിഷയത്തിനകത്ത്. എന്നാൽ ഇതിൽ രാഷ്ട്രീയമില്ല എന്നാണ് ഗാന്ധിയൻ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രമുഖ ഗാന്ധിയന്മാരുടെ കൂടി സാന്നിധ്യം ഇപ്പോൾ ഗാന്ധി ഭവനിൽ നടക്കുന്ന ഉപവാസ സമരത്തിലുണ്ട്. തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനിൽ നടക്കുന്ന ഉപവാസ സമരത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരിമാര് വളരെ ദാരുണമായി മരണപ്പെട്ട സംഭവം ഫേസ്ബുക്കിലൂടെ പരസ്പരം ഒരു കളി പോലെ ബന്ധപ്പെട്ട ഒരു കുഞ്ഞുൾപ്പെടെ 2 സഹോദരിമാര് മരണപ്പെടുകയും ഒരു സഹോദരി ജയിലിലാവുകയും ചെയ്തു. അനേകം കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ അകാരണമായി അതിദാരുണമായി മരണപ്പെട്ടു. ആ ദുഃഖകരമായ ഓർമ്മകൾ ഈ ദിവസം മുഴുവനും
നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഉയർത്തുന്ന ഈ ഗാന്ധി ഭവനിൽ ഉപവസിച്ചുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുകയും മുന്നോട്ട് എന്ത് അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തുകളുടെയും വാർഡ് തലങ്ങളിൽ സ്ത്രീധന വിരുദ്ധ സ്ക്വാഡുകൾ ഗ്രൂപ്പുകൾ, മത വ്യക്തിമാര്, മത ചിന്തകര്, സാംസ്കാരിക നായകന്മാര്, യുവജനങ്ങള്, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകള്, സ്ത്രീ പ്രസ്ഥാനങ്ങള്, റെസിഡൻസ് അസോസിയേഷനുകള്, എല്ലാ പ്രസ്ഥാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ഈ സ്ത്രീധന വിരുദ്ധ ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം ജാഗ്രതാ സമിതി. ഇന്ന് നമ്മുടെ വീടുകളിൽ ധാരാളം കുഞ്ഞുങ്ങൾ, ധാരാളം സ്ത്രീകൾ വളരെയേറെ ആകുലതകളോടുകൂടി, നൊമ്പരത്തോടുകൂടി ആരോടും തങ്ങളുടെ കഥന കഥകൾ പങ്കുവയ്ക്കാൻ സാധിക്കാത്ത സ്ഥിതി നിലനിൽക്കുകയാണ്. ഇത് കേരള മനസാക്ഷിയെ വെല്ലുവിളിക്കുന്നു. അതുപോലെ തന്നെ ഓരോ വാർഡ് തലങ്ങളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് വിവിധ കടകളിൽ ആശങ്കകളിൽ അസ്വസ്ഥരമായിരിക്കുന്ന നമ്മുടെ സമൂഹത്തെ വീണ്ടെടുക്കുന്നു. ഇന്ന് കമ്പോള സംസ്കാരം എവിടെയും സമ്പത്ത് ആർജിച്ചെടുക്കുന്നു. അങ്ങനെ സമ്പത്തിന്റെ പിന്നാലെ പഴക്കമായുള്ള ഈ ലോകത്ത് നന്മയുടെ, നേരിന്റെ, സ്നേഹത്തിന്റെ, അനിമന്റെയൊക്കെ സന്ദേശം പകരുവാനും ഇത്തരം നടപടികൾക്ക് കഴിയണം. അതിന് മുൻകൈയെടുത്ത ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ സഹകരണം ഈ രംഗത്ത് തീർച്ചയായും അതിഗൗരവമായി അടിയന്തരമായി നമ്മൾ ഇടപെടേണ്ടിയിരിക്കുകയാണ്. അതിന് കഴിയട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ കേരള സംസ്ഥാന ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി കേരളത്തിൽ ഇന്ന് വ്യാപകമാകുന്ന സ്ത്രീ പീഡനങ്ങൾക്ക്, സ്ത്രീധന പീഡനങ്ങൾക്ക്, കുരുന്ന ബാലികമാരുടെ മേലുള്ള ക്രൂരമായ അതിക്രമങ്ങൾക്കെതിരെ ഇന്ന് രാവിലെ മുതൽ രാജ്ഭവനിൽ ഉപവാസത്തിലായിരുന്നു. ഇന്ന് ഗാന്ധി ഭവനിൽ വിവിധ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനിൽ നടക്കുന്ന ഉപവാസ സമരത്തിൽ പങ്കെടുക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തത്സമയ സംരക്ഷണമാണ് കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. കട തുറക്കൽ സമരത്തിൽ നിന്ന് വ്യാപാരികളുടെ പിന്മാറ്റം. നാളെ മുതൽ കടകൾ തുറക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി അറിയിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ച് പ്രശ്ന പരിഹാരം ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിക്കുന്നത്. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും സമിതി വ്യക്തമാക്കി. അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്ന് ചേരുന്നു. അശ്വിൻ, നാളെ തൊട്ടുള്ള സമരം പൂർണ്ണമായിട്ട് പിൻവലിക്കുന്നു എന്നാണോ വ്യക്തമാകുന്നത്? ഇതിനകത്ത് ഒരു പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് എന്നുകൂടിയാണോ? വിവരങ്ങൾ എന്താണ്? അങ്ങനെയാണ്. മുഖ്യമന്ത്രിയുമായി ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ ടി നസ്റുദ്ദീൻ സംസാരിച്ചിരുന്നു. അതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഈ കാര്യത്തിൽ സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് വ്യാപാരികളുമായി തയ്യാറാണെന്ന് സർക്കാർ അറിയിച്ചു. അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ ചർച്ച കഴിയുന്നതുവരെ സമരം നിർത്തിവെക്കുകയാണ് ഇപ്പോൾ എന്നുള്ള നിലയ്ക്കാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി തന്നെ അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ടി നസ്റുദ്ദീൻ മാധ്യമങ്ങളെ കാണും. മറ്റു കാര്യങ്ങളിലൊന്നും, ഈ കടകൾ പൂർണ്ണമായും തുറക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങളിലൊന്നും ഇപ്പോൾ തീരുമാനമായിട്ടില്ല. മറിച്ച് വെള്ളിയാഴ്ച വ്യാപാരികളുമായി നേരിട്ടൊരു ചർച്ചയ്ക്ക് ഒരുക്കമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നു. അതിന് ശേഷമായിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഇളവുകൾ നൽകണമോ, വ്യാപാരികൾ ആവശ്യപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ നാളെ മുതൽ കടകൾ തുറന്ന്
സമരം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച വ്യാപാരികൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. സർക്കാരുമായി ഈ ഒരു സാഹചര്യത്തിൽ നേരിട്ട അത്തരത്തിൽ ഒരു ഏറ്റുമുട്ടലിനില്ല. മറിച്ച് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതുപോലെ ഒരു ചർച്ചയുടെ സമവായത്തിന്റെ നയമാണ് സ്വീകരിക്കുകയെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റു സംഘടനകളും വ്യാപാരി വ്യവസായ സമിതിയൊക്കെ പോലെയുള്ള മറ്റു സംഘടനകളും ഈ ചർച്ചയിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സമരത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷെ ആ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇവരുമായി വ്യാപാരികളുമായി സംസാരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാളെ മുതൽ എല്ലാ കടകളും തുറക്കുമെന്നുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് വ്യാപാരികൾ പിന്നോട്ട് പോയിരിക്കുന്നു. ഏതായാലും വളരെ പ്രധാനപ്പെട്ട വാർത്ത, നാളെ നടക്കാനിരുന്ന കട തുറക്കൽ സമരത്തിൽ നിന്ന് പിന്മാറിയത് വ്യാപാരി വ്യവസായി സംഘടനകൾ. മുഖ്യമന്ത്രി പ്രശ്നപരിഹാരത്തിനുള്ള ഉറപ്പ് നൽകിയതായും വ്യാപാരി വ്യവസായികൾ വ്യക്തമാക്കിയിരിക്കുന്നു. അശ്വിൻ വലത്ത് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗാന്ധി ഭവനിൽ ഗവർണർ സംസാരിക്കുകയാണ്. തത്സമയത്തിൽ constitutional and legal framework. I believe that the tragic incidents which have happened, that is result of our straying from the spirit of Indian culture. It is because our values have been distorted. This state, we revere Shri Narayan Guru and the movement that he had launched. We revere Saint Chavara, who started the educational movement for the girls of Kerala. We have names like Vakum Maulvi, who stood for social reform. And when I visited the house of this, what was the name? Vismaya. This girl. Only those who have gone, I'm not just talking about this case, any such case. The condition of the parents, the family becomes pathetic. And I am not of the view that Kerala, there is lack of social awareness. No. With highest literacy rate in the country, highest social indicators, the social awareness is there, but it has not reached a level where it can result in imposing social sanctions on the dowry. Therefore, at her house, when media people were there, they asked me, I said I appeal to all enlightened citizens, all NGOs, particularly our Gandhians, they have a special place in our society because they are inheritors of the legacy which gave us our freedom, which gave us back our dignity. So I appealed from there. And I said, this is not a partisan issue. Everybody must join hands. I am so happy and so grateful to Radhakrishnan ji and all these senior people who are sitting on the dais and in this hall, who responded to that appeal instantaneously. I am grateful to you all of you, sir. Deeply grateful to you for giving the call. And the moment I came to know, I said I will join the fast. And I'm so happy to share with you
that there are some other proposals also which we propose to do. When I discussed with the Chief Minister, he was absolutely ഗാന്ധി ഭവനിൽ enthusiastic. പ്രാർത്ഥനാ യോഗത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നത് തത്സമയ സംപ്രേഷണങ്ങൾ. നാളെ തുടങ്ങാനിരുന്ന കട തുറക്കൽ സമരത്തിൽ നിന്ന് വ്യാപാരികൾ പിന്മാറിയിരിക്കുന്നു. വ്യാപാരി വ്യവസായ പ്രതിനിധി ടി നസ്രുദ്ദീൻ സംസാരിക്കുകയാണ് ഇപ്പോൾ തത്സമയത്തിലേക്ക്. ഞങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഞങ്ങൾക്ക് പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് ഇളകാൻ ആളുണ്ടായില്ല. നിങ്ങൾ മാത്രമാണ് ഞങ്ങളെ സഹായിച്ചേ. പത്രമാധ്യമങ്ങൾ ഞങ്ങളെ വളരെയധികം സഹായിച്ചതിന് നന്ദി രേഖപ്പെടുത്തി. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അവസരം കേരളത്തിൽ വേണം. അതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വേണം ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ജനാധിപത്യ സർക്കാരായതുകൊണ്ട് സമരം ചെയ്യുന്നവരോട് ചർച്ച ചെയ്യൂല എന്ന് പറയുന്ന ആ പഴയ നിലപാട് മാറ്റി ഞങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ ധരിപ്പിക്കല. ഇപ്പൊ എല്ലാരും പറഞ്ഞു ശനിയും ഞാനും കട പൂട്ടിയാൽ കോവിഡ് വരൂല. അത് എന്താ വെള്ളിയും പൂട്ടിത്തരാ കോവിഡ് വരൂലെങ്കിൽ. കോവിഡ് വരൂല നിങ്ങൾ ഉറപ്പ് തരാണോ? വെള്ളിയാഴ്ചയും പൂട്ടിത്തരാലോ. 2 ദിവസം അല്ല 3 ദിവസം പൂട്ട. ഇത് വരൂലെന്ന് ഞങ്ങൾക്ക് 4 മാസമായിട്ട് ഉറപ്പാ. വെള്ളിയും ശനിയും പൂട്ടിയോണ്ടോ അല്ല ശനിയും ഞാനും പൂട്ടിയോണ്ട് കോവിഡിന് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഉറപ്പല്ലേ? നിങ്ങൾക്ക് ഉറപ്പല്ലേ? പിന്നെ എന്തിനാ സംശയിക്കുന്നത്? അത് മാറ്റിക്കൂടെ? മാറ്റണം. മാറ്റിയേ പറ്റൂ. ചെറുപ്പക്കാരുടെ സംഘടന ഇത്, വയസ്സന്മാരുടെ സംഘടനയല്ല. ഈ പെരുന്നാൾ വരെ ഒരു നിയന്ത്രണങ്ങളും പാടില്ല എന്നുള്ള നിലപാടിൽ അതൊന്നും ഇല്ല. നിയന്ത്രണമൊക്കെ വേണം. എനിക്ക് ജീവന് പേടിയില്ലേ? ഈ നാട്ടുകാരുണ്ടെങ്കിലല്ലേ ഞങ്ങളെ പീടിയുടെ കച്ചവടം നടക്കുക. നാട്ടുകാരൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ പീടിയ കൂട്ടി പോയില്ലേ? നാട്ടുകാർ ജീവിക്കണം, ഞമ്മക്കും ജീവിക്കണം, എല്ലാവർക്കും ജീവിക്കണം. ആ സ്ട്രോങ് ഒക്കെ ഇന്ന് പോയി. മുഖ്യമന്ത്രിക്ക് സംഗതി മനസ്സിലായി. വെള്ളംകുളയിലെ പ്രൊഫസർ അതിൻ്റെ ഏട്ടനും അതുകൊണ്ടൊക്കെ നമ്മളൊക്കെ കണ്ണുകാരനാണ്. മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ലേ നമ്മളെ ഗുരുനാഥന്റെ ശിഷ്യനാണ് നമ്മളെ ഏട്ടന്റെ ടി സുബൈർ മാസ്റ്റർ ശിഷ്യനാ. ഞങ്ങൾ സമിതി നമ്മളറിയില്ല. ഏകോപന സമിതി കർശനമായി പോലെ ഞങ്ങളെ കുട്ടികളുടെ മാനം കൂടി രക്ഷിക്കുന്ന വിധത്തിൽ നമ്മൾ സമരരംഗത്ത് ഉറച്ചു നിൽക്കും. മക്കൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധി ടി നസ്രുദ്ദീൻ മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. നാളെ കട തുറക്കൽ സമരം ഉണ്ടാവുകയില്ല എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തിരുവനന്തപുരം ഗാന്ധി ഭവനിൽ നടക്കുന്ന ഉപവാസ സമരത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നു. തത്സമയ party to the crime or has abated the crime, then university shall be well within its rights to cancel the degree which has been given to that person. Why? Because educational institutions are not there to raise the price of the bridegroom. The educational institution degree does not mean that your price in the market, marriage market goes up. The educational institutions are supposed to impart vidya. Vidya gives vivek. Vidya vimarshurupini, which gives us a sense of right and wrong. Now those who are armed with vidya, if they indulge in these things, then they don't deserve, despite having worked for it, they don't deserve to have the degree. One appeal through, particularly now I am addressing the media, through you I want to make this appeal to our women folk, the young girls. They must be trained, they must be taught to have the courage. If they come to know that the boy side is demanding, seeking dowry,
whatever the parents say, she should be bold enough to say no to such proposal. And more than these young girls, I am appealing to ഗാന്ധി senior ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നു. സ്ത്രീധന നിരോധന കേരളത്തിനെതിരെ പുതിയ തലമുറ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണം എന്നുകൂടിയാണ് ഗവർണർ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങളും ഈ നിലപാട് ശക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ക്യാമ്പയിനൊപ്പം കൂടെ ഉണ്ടാകണം എന്നും അദ്ദേഹം പറയുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹം ഉപവാസ സമരം നടത്തുകയാണ്. സ്ത്രീധനത്തിനെതിരെയും സ്ത്രീ സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി. ഗാന്ധിഭവനിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം കാണാം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.